അപ്പൊ അങ്ങനെയൊക്കെ മതിയോ? ഓ ധാരാളം, അതാ നല്ലത്. അത് തന്നെ. അതുപോട്ടെ, ഇന്നലെ രാത്രി ഷോപ്പിങ്ങിന് പോയിട്ട് എന്തായി? ഒന്നും പറയണ്ട എന്റെ ചങ്ങാതി. നമ്മുടെ അടുത്തുള്ള വലിയ ടെക്സ്റ്റൈൽ ഷോപ്പില്ലേ, അതില് മിഡ് നൈറ്റ് സെയിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ. ആ എന്നിട്ട് എന്റെ മാഷേ, ഇതുപോലൊരു മണ്ണത്തരം പറ്റാനില്ല. ഇവിടെ പറഞ്ഞാ മതി. ആഹാ, അത് ശരി. ഇപ്പൊ എനിക്ക് കുറ്റമായി. എനിക്കറിയായിരുന്നു ഇതുപോലെ വലിയ ഒരു ഷോപ്പിലൊക്കെ പോയാൽ നമ്മളെ പറ്റിക്കുമെന്ന്. എന്റെ ചേട്ടാ, ഈ മിഡ് നൈറ്റ് സെയിൽ ഓഫർ, സ്പെഷ്യൽ ഡിസ്കൗണ്ട്, സ്പെഷ്യൽ ഓഫർ എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ്. എനിക്കും പറ്റിയിട്ടുണ്ട്. അവരുടെ പഴയ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടിയാണ്. പറഞ്ഞു കൊടുക്കൂ ആ സാരി വാങ്ങിയ വിശേഷം. വില അല്പം കൂടിയാലും കുഴപ്പമില്ല. നല്ലൊരു സാരി എടുക്കാനോന്ന് കരുതി നോക്കിയതാ. എന്തായാലും അപ്പോൾ തന്നെ വിശദമായിട്ടൊന്ന് നിവർത്തി നോക്കാൻ തോന്നിയത് നന്നായി. അതെന്താ, ആ സാരിക്ക് കീറിലുണ്ടായിരുന്നോ? ആ സാരിയുടെ മടക്കുകളെല്ലാം ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ഊഹിക്കാലോ ആ സാരിക്ക് എത്ര കൊണ്ട് പഴക്കമുണ്ടാവുന്നു. അത് കണ്ടതോടുകൂടി ഏട്ടൻ സെയിൽസ്മാനോടൊന്ന് ചൂടായി. അത് പിന്നെ ചൂടാവാതിരിക്കുവോ? നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ലേ? എത്രമാത്രം ഫാമിലിയായിരുന്നു ഇന്നലെ ആ ടെക്സ്റ്റൈൽസിലുണ്ടായിരുന്നത്. എല്ലാവർക്കും ഈ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ? ഈ ഡിസ്കൗണ്ട് സെയിൽ എന്ന് കേട്ടാലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് അത് പോയി വാങ്ങിക്കാതെ ഉറക്കം വരത്തില്ല. അതിനി എത്ര പാതിരാത്രി ആയാലും. ഈ മലയാളികളെ പറ്റിക്കാനേ വളരെ എളുപ്പമാണ്. എവിടെയെങ്കിലും ഫ്രീ ഒന്നോ ഡിസ്കൗണ്ട് ഒന്നോ എഴുതി കണ്ടാ മതി, അവിടെ ചാടി വീഴുന്നു. ചുമ്മാ കിട്ടിയാ ചുണ്ണാമതിനാണ് ടീംസാണേ. അപൂർവം ചില സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് സെയിൽ നടത്താറുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാരെ നന്നാക്കാനാണോ അവരിതെല്ലാം ബിസിനസ് ചെയ്യുന്നത്? അല്ലല്ലോ. അവർക്ക് നിലനിൽക്കണം, ലാഭം ഉണ്ടാക്കണം. അതിനുവേണ്ടി അവരെന്ത് തട്ടിപ്പ് അവർ ചെയ്യും. ആ പറഞ്ഞത് വളരെ ശരിയാ. എന്തിനാ വെറുതെ ഈ തട്ടിപ്പുകാരെ കുറിച്ച് പറയണത്? അതാ അവരുടെ മിടുക്ക്. ഈ തട്ടിപ്പിൽ വീഴാണ്ട് നോക്കേണ്ടത് നമ്മളാ. ഒറ്റ വാക്കിൽ പറഞ്ഞ തട്ടിപ്പിലും വെട്ടിപ്പിലും വീഴാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. അത് തന്നെ.